Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic super finishing and broaching in machine tool and digital manufacturing module. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സർഫസ് ഫിനിഷ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ട് ലാപ്പിങ്, ഹോണിങ് എന്നുള്ള ഓപ്പറേഷൻസൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഹോണിങ് എന്നുള്ള ഓപ്പറേഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. സോ ഇനി ഈ ഹോണിങ് എന്നുള്ളതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഒരു സർഫസ് ഫിനിഷിനെ കൺട്രോളബിൾ, അത് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സർഫസ് ഫിനിഷ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് ഗ്രിഡ് സൈസ്, ഈ യൂസ് ചെയ്യുന്ന ഹോണിങ് ടൂളിൽ യൂസ് ചെയ്യുന്ന ഗ്രിഡ് സൈസ് അല്ലെങ്കിൽ ഗ്രേഡ് സൈസ്, അതിൽ അബ്രസീവ് സ്റ്റോൺ യൂസ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഗ്രിഡ് സൈസും ഗ്രേഡ് സൈസും ഉണ്ട്. പിന്നെ വർക്ക് പീസിൻ്റെ സ്പീഡ്, ഹോണിങ്ങിൻ്റെ ടൂളിൻ്റെ ആ ഒരു സ്പീഡ്, റെസിപ്രോക്കേറ്റിംഗ് സ്പീഡ്, റൊട്ടേഷണൽ സ്പീഡ് എന്നുള്ളതെല്ലാം വരുന്നുണ്ട്. പിന്നെ പ്രഷർ ഓഫ് ദ സ്റ്റോൺ, എന്തുമാത്രം പ്രഷറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കൻ്റ്, റെസിപ്രോക്കേറ്റിംഗ് സ്പീഡ്. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഹോണിങ്ങിൽ നമുക്ക് എത്രത്തോളം സർഫസ് ഫിനിഷ് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത്. സോ ഈ ഹോണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ഈ ഇത്രയും സർഫസ് ഫിനിഷ് ഉള്ള ആ ഒരു മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അത്രയും സർഫസ് ഫിനിഷ് വേണ്ട ആപ്ലിക്കേഷൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ മെമ്മറി, ഡ്രംസ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽ മിൽസ്, ഹൗസിങ്, സീൽ ഫേസസ് ഓൺ ഹൗസിങ്, ഓട്ടോമൊബൈൽ സിലിണ്ടർ, ബ്രേക്ക് ഡ്രംസ്, ബെയറിങ്, പിസ്റ്റൺ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്കിതിൻ്റെ ഇത്രയും സർഫസ് ഫിനിഷ് വേണ്ട ആ ഒരു ആപ്ലിക്കേഷൻ മെറ്റീരിയൽസിന് അത്രയും സർഫസ് ഫിനിഷ് വേണ്ടത് വന്നത്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹോണിങ് സ്റ്റോൺസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഓയിൽ സ്റ്റോൺസ് വരുന്നുണ്ട്, വാട്ടർ സ്റ്റോൺസ് വരുന്നുണ്ട്, ഡയമണ്ട് സ്റ്റോൺസ് വരുന്നുണ്ട്, സെറാമിക് സ്റ്റോൺസ് വരുന്നുണ്ട്. സോ ഓയിൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രഡീഷണൽ വെസ്റ്റേൺ ഷാർപ്പനിങ് സ്റ്റോൺ ആണ് നമ്മൾ ഓയിൽ സ്റ്റോൺ എന്നുള്ളത് പറയുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മിക്കവാറും ഉള്ള ഈ ഓയിൽ സ്റ്റോൺസ് ആണ് മിക്കവാറും ഉള്ള കേസസിൽ നമ്മൾ ഹോണിങ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലൂബ്രിക്കൻ്റ് ഇതിൻ്റെ ഹോണിങ് സ്റ്റോൺ ഇതിൻ്റെ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സ്റ്റോണിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിന് ഒരു മൂവ്മെൻറ്റിന് ഈസിനെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഈ ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നത്, ആ റിമൂവ്ഡ് മെറ്റീരിയൽസ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കാതെ അതിനെ റിമൂവ് ചെയ്യാനായി കൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത വാട്ടർ സ്റ്റോൺസ്. വാട്ടർ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ വാട്ടറാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ വാട്ടർ സ്റ്റോൺസ് വാട്ടറിൽ സോക്ക് ചെയ്ത് ഇത്ര ടൈം സോക്ക് ചെയ്ത് വച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ സോക്കിംഗ് സ്റ്റോൺ തന്നെ അതിൻ്റെ ലൂബ്രിക്കൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്ന ഡയമണ്ട് സ്റ്റോൺസ് ആണ്. ഡയമണ്ട് സ്റ്റോൺസ് സ്മോൾ ഡയമണ്ട്സ് ആയിരിക്കും അതിൻ്റെ പ്ലേറ്റ് ഫേസിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ അത് എക്സ്പെൻസീവ് ആണ്. അത് ഏറ്റവും കൂടുതൽ ഷാർപ്പനിങ് വേണ്ട സ്ഥലത്താണ് ഈ പറഞ്ഞ ഡയമണ്ട് സ്റ്റോൺസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് സെറാമിക് സ്റ്റോൺസ് എന്നുള്ളതാണ്. സെറാമിക് സ്റ്റോൺസ് ആണ് ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. കാര്യം അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് ലൂബ്രിക്കൻ്റ് ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് നമുക്ക് അത് വേണം യൂസ് ചെയ്യാം. അതിന് സ്പെസിഫിക് ആയിട്ട് ഇന്ന ലൂബ്രിക്കൻ്റ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ്. സോ സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സൂപ്പർ ഫിനിഷിംഗ് ഈസ് എ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസസ് കൺട്രോൾഡ് സർഫസ് കണ്ടീഷൻ ഓൺ പാർട്സ്. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ബൈ എനി അതർ മെത്തേഡ്. നമുക്ക് മറ്റൊരു മെത്തേഡിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സർഫസ് ഫിനിഷ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ഫിനിഷിംഗ് എന്നുള്ളൊരു ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് ചാറ്റർ മാർക്സ്, ഫ്രാഗ്മെൻറ്റഡ് മാർക്സ്, മെറ്റൽ സർഫസ് അത്രയും കറക്റ്റായിട്ട് നമുക്ക് മെറ്റൽ റിമൂവൽ എല്ലാം നടത്താനും എല്ലാം പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ഈ സൂപ്പർ ഫിനിഷിംഗ്. അതായത് ഒരു 0.03 to 0.05 മില്ലിമീറ്റർ ഓഫ് സ്റ്റോക്ക് മെറ്റീരിയലാണ് നമുക്ക് അതിന് എഫക്റ്റീവ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇത് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളൊരു സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷനാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 0.005 മില്ലിമീറ്റർ വരെയാണ് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ടുമുള്ള ഇത് പറ്റുന്നുണ്ട്. സോ ഇതാണ് സൂപ്പർ ഫിനിഷിങ്ങിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു ഇത് കാണിച്ചേക്കുന്നത്, ഫിഗർ കാണിച്ചേക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു വർക്ക് പീസ് എന്താണോ ആ ഒരു വർക്ക് പീസിൻ്റെ ആ സിലിണ്ട്രിക്കൽ സർഫസിൽ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിലാണ് ഈ സൂപ്പർ ഫിനിഷിംഗ് പോലെയുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനെ ഈ സ്റ്റോണിനെ നമ്മൾ
വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുകയായിരിക്കും. ആ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ സ്റ്റോണിനെ നമ്മളൊരു ഫിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ ആ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോണിൽ ഉരഞ്ഞ് ആ ഒരു മെറ്റൽ റിമൂവൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോണിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ സ്റ്റോണിൽ നമ്മൾ ഒരു പ്രഷർ യൂസ് ചെയ്തുകൊണ്ട് ആ വർക്ക് പീസിൽ അത്രയും പ്രഷർ നമുക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫിനിഷിങ് നടക്കുന്നത്. അടുത്ത ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. ബ്രോച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോച്ചിങ് ടൂൾ വെച്ചാണ് സാധാരണ ചെയ്യുന്നത്. ഈ ബ്രോച്ചിങ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രോച്ചിങ് ടൂളിനെ നമ്മൾ ഇതിൻ്റെ കീവേസ് അല്ലെങ്കിൽ സ്പ്ലൈൻസ് അതിൻ്റെ അകത്തൂടെ പുള്ള് ചെയ്യുകയോ പുഷ് ചെയ്യുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ബ്രോച്ചിങ് ടൂളിന് 3 ടീത്ത് വരുന്നുണ്ട്. 3 ടീത്ത് എന്ന് പറഞ്ഞാൽ 3 ടീത്ത് അല്ല, കൺസിക്യൂട്ടീവ് ആയിട്ട് 3 ടീത്ത് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. റഫിങ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത് എന്നിങ്ങനെ 3 ടീത്ത് അതിന് വരുന്നുണ്ട്. സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റഫിംഗ് ടീത്ത് ഒരു റഫായിട്ടുള്ളൊരു സർഫസ്, രണ്ടാമത്തേത് സെമി ഫിനിഷ്ഡ്, മൂന്നാമത്തെ ടീത്ത് പോകുമ്പോഴത്തേക്കും പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഫിനിഷ്ഡ് സർഫസ് എന്നുള്ള രീതിയിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇത് എക്സ്റ്റേണലും ഇൻറ്റേണലുമായിട്ടുള്ള സർഫസ് ഫിനിഷിന് വേണ്ടിയിട്ട് ബ്രോച്ചിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ വേസ്, സ്പ്ലൈൻസ് അതേപോലെയുള്ള ഇൻറ്റേർണൽ ഏരിയാസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക്കേഷനിലുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രോച്ചിങ് എന്നുള്ളൊരു ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബ്രോച്ചിങ് സ്പ്ലൈൻസും ഉണ്ട്, ബ്രോച്ചിങ് കീ വേസും ഉണ്ട്. സോ ബ്രോച്ചിങ് സ്പ്ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് സ്ലോട്ടാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ബ്രോച്ചിങ് സ്പ്ലൈൻസ് എന്നാണ് പറയുന്നത്. സോ അവിടെ വർക്ക് പീസ് നമ്മൾ ഒരു ഫിക്സ്ചറിൽ ക്ലാമ്പ് ചെയ്ത് വയ്ക്കുന്നു. ബ്രോച്ചിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക്, ഈ ഹോളിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനെ പുള്ള് ചെയ്യുന്നു. ഈ വർക്കിൻ്റെ അകത്തൂടെ പുള്ള് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ സർഫസിലുള്ള മെറ്റൽ റിമൂവൽ നടത്തുന്നു. അത്രയും സർഫസ് ഫിനിഷ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. കീവേസ് എന്ന് പറയുമ്പം ഇൻറ്റേർണൽ ബ്രോച്ചിങ് മെഷീൻസ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ കീവേസും നമ്മളത് ചെയ്യുന്നത്. അതൊരു ബ്രഷിങ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ സ്ലോട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്രോച്ചാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ഈ ഒരു കീവേസിൽ കൂടെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ള് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു കീവേസിൻ്റെ അകത്തുള്ള ഒരു സർഫസ് ഫിനിഷ് കറക്റ്റായിട്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുകയാണ്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രോച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഫോർസ് പ്ലെയിൻ വരുന്നുണ്ട്, ഡബിൾ കീവേ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സ്ക്വയർ റൗണ്ട് കോർണർ വരുന്നുണ്ട്, റെക്റ്റാങ്കുലർ കട്ട് വരും. സോ ഇത് ബേസിക്കലി ഇൻറ്റേർണൽ സർഫസ് ഏരിയ, ഇൻറ്റേർണൽ ഡയമീറ്റർ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഈ ഒരു സർഫസ് ഏരിയക്കകത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ, അതായത് സർഫസ് ഫിനിഷ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ബ്രോച്ചിങ് ഉള്ളത് ഓപ്പറേഷൻ ചെയ്യുന്നത്. താങ്ക് യു.